നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. PFI ഭീകരവാദ കേസിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി NIA. SDPI പോപ്പുലർ ഫ്രണ്ടിന്റെ നിഴൽ രൂപം. ഇതര മതസ്ഥരായ പ്രമുഖരെ കൊല്ലാൻ ലക്ഷ്യമിട്ടു. 2047 ഇസ്ലാമിക ഭരണത്തിന് പദ്ധതിയിട്ടെന്നും കേന്ദ്ര അന്വേഷണ ഏജൻസി. ആന്റോ ആന്റണിക്ക് SDPIയുടെ അതിമധുരം. MP ഓഫീസിലെത്തി ലഡു കൊടുത്ത സ്നേഹപ്രകടനം. ഇനിയും സ്വീകരിക്കുമെന്ന് ആന്റോ ആന്റണി. MP അല്ലേ? നമ്മുടെ ഇന്നലെ ഈ SDPIയുടെ സ്ഥാപകത്തിനുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങേക്ക് ഓഫീസിലെത്തി ലഡു വിതരണം ചെയ്തു, അങ്ങനെ ഒരു വിഷ്വൽസ് പ്രചരിക്കുന്നുണ്ടല്ലോ, ദൃശ്യങ്ങൾ അവർ തന്നെ പ്രചരിപ്പിക്കുന്നത്. നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ട ആളുകളാണ്. അവര് എന്നെ കാണാൻ വന്നിരുന്നു. MP-യുടെ ഓഫീസ് ആ നാട്ടിലെ എല്ലാവർക്കും വേണ്ടിയുള്ള ഓഫീസാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിപ്പെട്ടവർക്കും രാഷ്ട്രീയമുള്ളവർക്കും ഇല്ലാത്തവർക്കും പൊതുസമൂഹത്തിൽപ്പെട്ടവർക്കൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ്. അവിടെ എന്നെ വന്ന് കണ്ടു. ഞാൻ എന്റെ പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ട ആളുകൾക്ക് രാഷ്ട്രീയം നോക്കാതെ വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് ഇനി വന്നാൽ ഇനിയും ഞാൻ അവരെ കാണും, ഇനി അവരുടെ മധുരമൊക്കെ സ്വീകരിക്കുകയും ചെയ്യും. ചൈനയിൽ രാജ്നാഥ് സിംഗ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ച. ഇന്ന് ഷാങ്ഹായ് ഉച്ചകോടിയിൽ പാകിസ്ഥാന് ഭാരതത്തിന്റെ മുന്നറിയിപ്പ്. രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ഭീകരത മറയാക്കിയാൽ പ്രത്യാഘാതമുറപ്പ്. ഡൽഹിയിൽ ഹരിയാന സ്വദേശിയായ പാക് ചാരൻ അറസ്റ്റിൽ. മുഖ്യമന്ത്രിയുടെ പറക്കാത്ത ഹെലികോപ്റ്ററിന് പറപ്പിച്ച് കോടികൾ. ചിപ്സൺ ഏവിയേഷന് വാടക ഇനത്തിൽ 2,40,00,000. പണം മുൻകൂറായി അനുവദിച്ചത് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി. ജനം എക്സ്ക്ലൂസീവ്. തൃശൂരിൽ മരണക്കെണിയായി റോഡിലെ കുഴി. പൂങ്കുന്നം സ്വദേശിയായ യുവാവ് മരിച്ചു. ദാരുണാന്ത്യം. സ്കൂട്ടർ വെട്ടിച്ചു മാറ്റവേ ബസ്സിനടിയിൽപ്പെട്ട അമ്മയ്ക്ക് ഗുരുതര പരിക്ക്. സ്ഥലത്ത് BJP പ്രതിഷേധം. തോറ്റിട്ടും ന്യായീകരണവുമായി MV ഗോവിന്ദൻ. നിലമ്പൂരിൽ വോട്ടു ചോർച്ച UDF-നെന്ന് ദേശാഭിമാനിയിൽ ലേഖനം. തിരുത്താൻ CPM, പരിശോധിക്കാൻ LDF. ഹിമാചലിൽ മേഘവിസ്ഫോടനത്തിന് പിന്നാലെ മിന്നൽ പ്രളയം. 2 മരണം, 3 പേരെ കാണാനില്ല. നിരവധി വീടുകൾ ഒലിച്ചുപോയി. രക്ഷാപ്രവർത്തനം തുടരുന്നു. സംസ്ഥാനത്ത് കനത്ത മഴ. 7 ജില്ലകളിൽ അതീവ ജാഗ്രത. ആശങ്ക നടുവിൽ വയനാടും ഇടുക്കിയും. ചൂരൽമലയിൽ ബെയിലി പാലം അടച്ചു. വാർത്തകൾ വിശദമായി നോക്കാം. PFI ഭീകരവാദ കേസിൽ SDPIക്കെതിരെ NIA റിപ്പോർട്ട്. SDPI PFIയുടെ നിഴൽ രൂപമെന്ന് വ്യക്തമാക്കി NIA. SDPIയെ നിർണായക രാഷ്ട്രീയ ശക്തിയായി മാറ്റാൻ പോപ്പുലർ ഫ്രണ്ട് പദ്ധതിയിട്ടെന്നും NIAയുടെ റിപ്പോർട്ട്. മുസ്ലിം സമുദായത്തെ നിയന്ത്രിക്കുന്ന ശക്തിയായി SDPI മാറണമെന്ന ലക്ഷ്യമായിരുന്നു PFIക്ക്. ജുഡീഷ്യറിയിലും സൈന്യത്തിലും പോലീസിലും സ്വാധീനം ഉറപ്പിക്കാനും ശ്രമിച്ചു. ഇതിലൂടെ ഇസ്ലാമിക തത്വങ്ങളിൽ അധിഷ്ഠിതമായ ഭരണഘടന നടപ്പിലാക്കുകയായിരുന്നു പദ്ധതി. PFI ഭീകരവാദ കേസിൽ 4 പ്രതികളുടെ ജാമ്യാപേക്ഷ എതിർത്ത് കോടതിയിൽ NIA സമർപ്പിച്ച റിപ്പോർട്ടിലാണ് വിവരങ്ങൾ. 3 വിങ്ങുകളായിട്ടായിരുന്നു PFIയുടെ പ്രവർത്തനം. റിപ്പോർട്ടേഴ്സ് വിങ്, ആംഡ് വിങ്, സർവീസ് വിങ് എന്നിവയാണിത്. ഇതര മതസ്ഥരിലെ പ്രമുഖരെ കൊലപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. 2047 ഇസ്ലാമിക ഭരണം നടപ്പിലാക്കാനായിരുന്നു പ്രവർത്തനങ്ങളെന്നും NIA റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ആഗോള ഭീകര സംഘടനകളെ പിന്തുണച്ച PFI ഭാരതത്തിലും വിധ്വംസക പ്രവർത്തനങ്ങൾക്കായാണ് ശ്രമിച്ചത്.
ISIS പ്രചാരണത്തിനുള്ള വീഡിയോകളും രേഖകളും പോപ്പുലർ ഫ്രണ്ട് ഗ്രൂപ്പുകൾ പ്രചരിപ്പിച്ചിരുന്നു. സമാന്തര നീതിന്യായ സംവിധാനമുണ്ടാക്കാനും ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാനുമാണ് ലക്ഷ്യമിട്ടിരുന്നതെന്നും NIA റിപ്പോർട്ടിലുണ്ട്. സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന പ്രകോപന പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളുമായിരുന്നു ഭീകര സംഘടനയിലെ അംഗങ്ങൾ ശ്രവിച്ചിരുന്നത്. PFI ഭീകരവാദികളുടെ ഹിറ്റ് ലിസ്റ്റിൽ കേരളത്തിൽ നിന്ന് 977 പേരുണ്ടെന്നാണ് NIA റിപ്പോർട്ട്. PFIയുടെ രാഷ്ട്രീയ മുഖം മാത്രമാണ് STPI എന്ന് നേരത്തെ തന്നെ വ്യക്തമായതാണ്. ഇത് കൂടുതൽ ഉറപ്പിക്കുന്നതാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട്. STPIയുടെ പ്രവർത്തനങ്ങൾ വിവിധ രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലുമാണ്. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. നിലമ്പൂർ തോൽവിയുടെ പശ്ചാത്തലത്തിൽ തിരുത്തേണ്ടത് തിരുത്തുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പരാജയം പാർട്ടിയും ഇടതുമുന്നണിയും വിശദമായി പരിശോധിക്കും. വർഗീയ തീവ്രവാദ ശക്തികളുമായി കൂട്ടുകെട്ടുണ്ടാക്കിയാണ് UDF ജയിച്ചത്. പ്രിയങ്കയും രാഹുലും ജയിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് നേടിയാണ്. 2019 മുതൽ ജമാഅത്തെ ഇസ്ലാമിയുമായി UDFന് കൂട്ടുകെട്ടുണ്ടെന്നും MV ഗോവിന്ദൻ ലേഖനത്തിൽ പറയുന്നു. ദേശാഭിമാനി ലേഖനത്തിലാണ് MV ഗോവിന്ദൻ്റെ പരാമർശം. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പാകിസ്ഥാനെ കടന്നാക്രമിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നു. പാക് പിന്തുണയുള്ള തീവ്രവാദത്തെ പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ അവകാശമാണ് ഓപ്പറേഷൻ സിന്ദൂർ. ചില രാജ്യങ്ങൾ തീവ്രവാദത്തെ അവരുടെ നയങ്ങളുടെ ഭാഗമാക്കി ഉപയോഗിക്കുന്നുവെന്നും തീവ്രവാദികൾക്ക് അഭയം നൽകുന്നുവെന്നും ഭാരതം നിലപാടറിയിച്ചു. ഇത്തരക്കാർക്കെതിരെ കർശന നിലപാട് വേണമെന്നും രാജ്നാഥ് സിംഗ് ആവശ്യപ്പെട്ടു. The need to hold the perpetrators, organizers, financiers and sponsors of reprehensible acts of terrorism, including cross-border terrorism, accountable and bring them to justice. Any acts of terrorism are criminal and unjustifiable regardless of their motivation, whenever, wherever and by whomso ever committed. SCO members must condemn this evil unequivocally. Excellency, India is committed to increasing its connectivity with the Central Asia. Better connectivity not only enhances mutual trade but also fosters mutual trust. ഇന്നലെ വിക്ഷേപിച്ച ആക്സിയം 4 ദൗത്യം ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യും. ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് 4:30 ഡോക്കിംഗ്. യാത്രക്കിടെ ബഹിരാകാശ പേടകത്തിൽ നിന്നുള്ള ശുഭാൻഷു ശുക്ല ഉൾപ്പെടെയുള്ളവരുടെ വീഡിയോ സന്ദേശം പുറത്തുവന്നു. അത്ഭുതകരമായ യാത്ര എന്നാവർത്തിച്ച് അദ്ദേഹം ഭാരതീയരുടെയും സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും പിന്തുണയ്ക്ക് നന്ദി അറിയിച്ചു. Hello everyone, Namaskar from space. I'm thrilled to be here with my fellow astronauts, as Peggy said, 1 veteran and 3 rookies, and wow, what a ride it was. Frankly, when I was sitting in the capsule in Grace yesterday on the launch pad, my only thought in my mind was that let's just go. After 30 days of quarantine, it was a feeling that I just wanted to go. The excitement and all was, probably far away. It was just the feeling that let's just leave here. But when the ride started, it was something like you're getting pushed back into the seat. It was an amazing ride. And then suddenly, nothing. Everything silenced and you were just floating. You unbuckle and you were just floating in the silence of vacuum. It was an amazing feeling. I wanted to take this opportunity to thank everyone who has been a part of this. I understand that this is not a personal accomplishment. It is a collective achievement of each and every one of you who has been a part of this journey, and to make this possible, I really want to thank each one of you. Also to family and friends, your support has mattered so much. This is so much because of all of you guys. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, ശുഭാൻഷുവിൻ്റെയും മറ്റ് 3 സഹയാത്രികരുടേതും ശുഭയാത്ര തന്നെയല്ലേ? വിശദാംശങ്ങൾ. ശുഭയാത്ര തന്നെയാണ് അനിൽ നമ്പ്യാർ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറെ സന്തോഷവാന്മാരും ഉന്മേഷവാന്മാരുമാണ്
ഈ ബഹിരാകാശ യാത്രികരെല്ലാം എന്ന് തന്നെയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് വലിയ പ്രതീക്ഷയോടെയുള്ള യാത്രയാണ്. ഇപ്പോൾ ക്യാപ്സ്യൂളിൽ ഇരിക്കുന്നു, ആ ക്യാപ്സ്യൂൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ആ സഞ്ചരിക്കുന്നത് തന്നെ അത്ഭുതകരമായ യാത്രകളാണ്. ഇന്നലെ ലോഞ്ച് ചെയ്തപ്പോൾ മുതൽ ആ അത്ഭുതങ്ങളുടെ ലോകത്താണ് തങ്ങളെല്ലാവരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും, അതിൻ്റെ സയൻറ്റിഫിക് ടീമിനെയും എല്ലാവരെയും അദ്ദേഹം അഭിനന്ദിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. സുഹൃത്തുക്കൾക്കും, ഭാരതീയരായ തൻ്റെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാം തന്നെ അദ്ദേഹം നന്ദി അറിയിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഈ എല്ലാ രാജ്യങ്ങളിൽ നിന്നും, അതായത് അമേരിക്കയിൽ നിന്നും ഹംഗറിയിൽ നിന്നും ഒക്കെ ഉള്ള സഹയാത്രികരാണ് അദ്ദേഹത്തോടൊപ്പമുള്ളത്. അവരെല്ലാം തന്നെ ഇത്തരത്തിൽ അവരവരുടെ രാജ്യങ്ങളിൽ തങ്ങളുടെ വേണ്ടപ്പെട്ടവരുമായി സംസാരിക്കുന്ന സന്ദേശങ്ങൾ ഇതോടൊപ്പം പുറത്തു വന്നിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഇന്നലെയാണ് ഈ ലോഞ്ച് നടന്നത്. 1 മണിയോടുകൂടി 12 മണി 1 മിനിറ്റിനാണ് ഇന്നലെ ലോഞ്ച് നടന്നത്. ലോഞ്ചിന് ശേഷം ആദ്യം ബഹിരാകാശത്തെത്തിയ ആ നിമിഷം തന്നെ ശുഭാൻഷി ശുക്ല ഒരു സന്ദേശം അയച്ചിരുന്നു. ആ സന്ദേശത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, 41 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ബഹിരാകാശത്തെത്തി, ഭാരതീയനായ ഒരാൾ ബഹിരാകാശത്തെത്തി എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. അപ്പോഴും യാത്രയുടെ അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവച്ചിരുന്നു. ഇനി ഇന്ന് 4:30 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അത് ഡോക്ക് ചെയ്യുകയാണ്. ഈ ക്യാപ്സ്യൂൾ ഡോക്ക് ചെയ്യുന്ന സംഭവമാണ് നടക്കുക. അത്തരത്തിലുള്ള കൗതുകകരമായ യാത്രയെക്കുറിച്ച് വളരെ വലിയ പ്രതീക്ഷയോടെയാണ് അദ്ദേഹം വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഇന്ന് 4:30 ഡോക്ക് ചെയ്യുകയും തുടർന്ന് ബഹിരാകാശ നിലയത്തിലേക്ക് തുടർന്നുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി ഈ യാത്രികർ പ്രവേശിക്കുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ മുൻകാല അനുഭവങ്ങൾ, അതായത് ഇതിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി ക്വാറന്റൈനിൽ കഴിഞ്ഞ കാലങ്ങളെല്ലാം തന്നെ ഓർത്തെടുക്കുമ്പോൾ ഈ ഒരു യാത്രയുടെ ത്രില്ലിന് വേണ്ടി, ഈ തിമിർപ്പിന് വേണ്ടി, അല്ലെങ്കിൽ മനസ്സിൻ്റെ ആ ഉല്ലാസത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹം എന്നും പറയുന്നുണ്ട്. മറ്റൊരു കൗതുകകരമായൊരു കാര്യം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ചെറിയ പാവയെ അവർ ഒരു കളിപ്പാട്ടം പോലെ പ്രയോഗിക്കുന്നുണ്ട്. ആ പാവയെ അവർ കൊണ്ടുപോയത് തന്നെ ഇത്തരത്തിൽ ബഹിരാകാശത്തെത്തുമ്പോൾ, എല്ലാവരും ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ബഹിരാകാശ യാത്രികരെല്ലാം തന്നെ ആ ട്രാവൽ സീറ്റിൽ ബെൽറ്റിട്ട് മുറുക്കി ഇരിക്കുന്ന ഒരു രീതിയായിരിക്കും വിമാനങ്ങളിലെയൊക്കെ പോലെ. അത് ബഹിരാകാശത്തെത്തുമ്പോൾ സ്വമേധയാ ഗുരുത്വാകർഷണ ബലമില്ലാത്ത മേഖലയിലെത്തുമ്പോൾ സ്വയം ഉയർന്നു പൊങ്ങുന്ന ആ ദൃശ്യം കൃത്യമായി പകർത്തുന്നതിന് വേണ്ടിയാണ് ഈ ജോയ് എന്ന് പറയുന്ന ആ കളിപ്പാട്ടം കൊണ്ടുപോയത്. ആ ജോയാണ് മറ്റൊരു 5ാമത്തെ യാത്രികൻ എന്ന നിലയിലാണ് ജോയെ അവർ കണക്കാക്കുന്നത്. ആ ജോയെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അനിൽ നമ്പ്യാർ. ഇന്നലെ വിക്ഷേപിച്ച ആക്സിയം 4 ദൗത്യം ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യും. ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് 4:30 ഡോക്കിംഗ്. യാത്രയ്ക്കിടെ ബഹിരാകാശ പേടകത്തിൽ നിന്നുള്ള ശുഭാൻഷു ശുക്ല ഉൾപ്പെടെയുള്ളവരുടെ വീഡിയോ സന്ദേശം പുറത്തുവന്നു. അത്ഭുതകരമായ യാത്ര എന്ന് ആവർത്തിച്ച് അദ്ദേഹം ഭാരതീയരുടെയും സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും പിന്തുണയ്ക്ക് നന്ദി അറിയിച്ചു. ഐസൻ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഭാരതാംബ വിഷയത്തിൽ വിയോജിപ്പ് അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർക്ക് കത്ത് നൽകി. സർക്കാർ പരിപാടികളിൽ ഔദ്യോഗിക ചിഹ്നങ്ങൾ മാത്രം മതിയെന്നും മറ്റുള്ളവ ഭരണഘടനാ വിരുദ്ധമാണെന്നും സൂചിപ്പിച്ചാണ് കത്ത്. കത്തിന് രാജ്ഭവൻ ഉടൻ മറുപടി നൽകും. സർക്കാരിന് ലഭിച്ച നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കത്ത് എന്നാണ് വിശദീകരണം. ഔദ്യോഗിക പരിപാടികളിൽ മതചിഹ്നങ്ങൾ പാടില്ല എന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നും ചൂണ്ടിക്കാണിച്ചാണ് മുഖ്യമന്ത്രി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർക്ക് കത്ത് നൽകിയത്. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് കത്ത് നൽകാൻ തീരുമാനിച്ചത്. വിഷയത്തിൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്യണം എന്ന് CPI മന്ത്രിമാർ ആവശ്യപ്പെട്ടു. എന്നാൽ തൽക്കാലം എതിർപ്പ് അറിയിച്ചാൽ മതിയെന്ന് തീരുമാനിക്കുകയായിരുന്നു. ഭാരതാംബ ചിത്രം സംസ്ഥാനം നിർബന്ധമായും പാലിക്കേണ്ട ഭരണഘടനാ പ്രതീകമല്ല എന്നാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നത്. അതിനാൽ സർക്കാർ പരിപാടികളിൽ ചിത്രം സ്ഥാപിക്കേണ്ട ആവശ്യമില്ല എന്നും മുഖ്യമന്ത്രി നൽകിയ കത്തിൽ പറയുന്നു. മുഖ്യമന്ത്രിയുടെ കത്തിന് രാജ്ഭവൻ ഉടൻ മറുപടി നൽകും. രാജ്ഭവനിൽ ഭാരതാംബ ചിത്രം സ്ഥാപിച്ചതടക്കം ഗവർണർ കത്തിലൂടെ വിശദമാക്കും. രാജ്ഭവനിലെ പരിപാടികൾ ഗവർണർ ഭാരതമാതാവിന്റെ ചിത്രം ഉപയോഗിച്ചത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർ വിവാദമാക്കിയിരുന്നു. എന്നാൽ മന്ത്രിമാരുടെ എതിർപ്പിന് വഴങ്ങാതെ ഭാരതമാതാവിന്റെ ചിത്രം രാജ്ഭവനിലല്ലാതെ മറ്റെവിടെയാണ് സ്ഥാപിക്കുക എന്ന നിലപാടാണ് ഗവർണർ സ്വീകരിച്ചത്. ഇതോടെയാണ് വിഷയത്തിൽ എതിർപ്പറിയിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ജനം, തിരുവനന്തപുരം. കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ സംഘർഷത്തിൽ സ്വമേധയാ കേസെടുത്ത് കന്റോൺമെന്റ് പോലീസ്. ഗവർണറെ തടയാൻ ശ്രമിച്ചതിനാണ് SFI KSU പ്രവർത്തകർക്കെതിരെ കേസെടുത്തത്. രജിസ്ട്രാറുടെ പ്രതികരണത്തിലും രാജ്ഭവന് അതൃപ്തിയുണ്ട്. കേരള സർവകലാശാലയിലെ സെനറ്റ് ഹാളിൽ നടന്ന പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കാനെത്തിയത് തടയാൻ ശ്രമിച്ച KSU SFI പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് സ്വമേധയാ കേസെടുത്തത്. സെനറ്റ് ഹാളിന് പുറത്തുണ്ടായ സംഘർഷത്തിലടക്കം 2 കേസുകളാണ് കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. സെനറ്റ് ഹാളിനുള്ളിൽ ഭാരതാംബയുടെ ചിത്രം വയ്ക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടെടുത്താണ് SFIയും KSUയും കേരള സർവകലാശാലയിൽ സംഘർഷം സൃഷ്ടിച്ചത്. അതേസമയം സെനറ്റ് ഹാൾ സംഘർഷത്തിൽ നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കാൻ രജിസ്ട്രാർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് നിർദ്ദേശം നൽകി.
രാഷ്ട്രീയ സ്വാധീനത്തിൽ സംഘാടകർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള ശ്രമമാണ് രജിസ്ട്രാറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നാണ് ഉയരുന്ന ആക്ഷേപം. സർവകലാശാല ചാൻസലറായ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിക്കെതിരെ രജിസ്ട്രാർ രംഗത്തെത്തിയത് വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു. ഗവർണർക്കെതിരെ സർവകലാശാല രജിസ്ട്രാർ പരസ്യ നിലപാട് സ്വീകരിച്ചതിൽ രാജ്ഭവനും അതൃപ്തിയുണ്ട്. ജനം, തിരുവനന്തപുരം. ചൂരൽമലയിൽ പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുത്ത് പോലീസ്. ഇന്നലെ പ്രതിഷേധിച്ച 6 പേർക്കെതിരെയാണ് മേപ്പാടി പോലീസ് കേസെടുത്തത്. അതേസമയം ബേലിപ്പാലത്തിന് അടിയിലായി സർക്കാർ നിർമ്മിച്ച സംരക്ഷണ ഭിത്തിക്ക് വിള്ളലേറ്റു. സംരക്ഷണ ഭിത്തി പുതുക്കി പണിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇന്നലെ പ്രതിഷേധിച്ച 6 പേർക്കെതിരെയാണ് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. സ്ഥലം വില്ലേജ് ഓഫീസർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. ഇന്നലെ വില്ലേജ് ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു നിർത്തിയിരുന്നു. പ്രശ്നങ്ങൾ അറിയിക്കുവാൻ എത്തിയവർക്കെതിരെയാണ് പോലീസിന്റെ കേസെടുക്കൽ നടപടി. ദിവസം നൽകിയിരുന്ന 300 രൂപയടക്കം മുടങ്ങിയതിനെതിരെയായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. അതേസമയം ശക്തമായ മഴയിൽ ബെയിലി പാലത്തിന് കീഴെ നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയിൽ വിള്ളലുണ്ടായി. ഈ വർഷത്തെ മഴയിൽ പകുതിയോളം ഒലിച്ചു പോയിട്ടുണ്ട്. അത് വിള്ളൽ വീണിട്ടുണ്ട്. അത് സുരക്ഷിതമല്ല. ഒരു ജനങ്ങൾക്കും പുറത്തേക്ക് അപ്പുറത്തേക്ക് കടന്നു പോയി എസ്റ്റേറ്റിൽ ജോലി എടുക്കുവാനോ മറ്റുള്ളതിനോ സാധിക്കുമല്ല. ഇപ്പോൾ പാലത്തിൽ കയറുവാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ സംരക്ഷണ ഭിത്തിക്ക് ഇപ്പോൾ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. അതിൻ്റെ കോൺട്രാക്ടർമാർ വീണ്ടും അത് റീകണ്ടീഷൻ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ പ്രദേശവാസികളായ 3 വാർഡുകാർക്ക് 300 രൂപ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞ ഫണ്ട് ഇവിടുത്തെ കുറേ ഉദ്യോഗസ്ഥന്മാരും കുറേ ചിങ്കിടികളും കൂടിയിട്ട് അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കുറേ ആൾക്കാർക്ക് കൊടുക്കുകയും കുറേ ആൾക്കാർക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുകയാണ്. പുഴ മൊത്തം റെഡിയാക്കാൻ വേണ്ടി 190 കോടി ഉപയോഗിച്ചെന്നാണ് നമുക്ക് കിട്ടുന്ന വാർത്തകൾ. ഈ 190 കോടി ഏത് പൈസയാണ്? ഈ കേരള ജനതയ്ക്ക് അറിയോ ഏത് പൈസയാണെന്നുള്ളത്? ഈ പാവപ്പെട്ട ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനും അവരുടെ പ്രയാസങ്ങൾ തീർക്കാനും ഈ കേരളത്തിലെ ജനം കൊടുത്ത പൈസ ഉപയോഗിച്ചിട്ടാണ് ഈ 190 കോടി ഇങ്ങനെ ഈ പുഴയിലൂടെ ഒലിച്ചു പോകുന്നത്. 40 ലക്ഷം മുടക്കിയാണ് PWDയുടെ നേതൃത്വത്തിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത്. പുഴയിൽ ഒഴുക്ക് കൂടുകയാണെങ്കിൽ സംരക്ഷണ ഭിത്തി തകരാൻ സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. ജനം, വയനാട്. വയനാട് ചൂരൽമലയിൽ മഴ ശക്തമായതോടെ മേഖലയിൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ പോലീസ് മേധാവി തപോഷ് ബസുമതാരി. പാലത്തിലൂടെയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും കൂടുതൽ പോലീസുകാരെ നിയോഗിക്കുമെന്നും കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ടെന്നും SP പറഞ്ഞു. മഴ കൂടുതലായതിനാൽ പാലത്തിന് സംരക്ഷണം ആവശ്യമാണ്. ചൂരൽമല സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു SP. കുറച്ച് പോലീസിൻ്റെ സ്ട്രെങ്ത് നമ്മൾ കൂട്ടിയിട്ടുണ്ട്. ഇവിടെ നോ ഗോ സോൺ ആയതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വണ്ടികൾ വിടുന്നുണ്ടല്ലോ. പിന്നെ സെക്യൂരിറ്റി കാര്യങ്ങളാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നാൽ ഓപ്പറേഷൻ നടക്കാനുണ്ടെങ്കിൽ ഏത് രീതിയിൽ നമുക്ക് അക്കരെ പോകാൻ പറ്റുമോ അത് നിരീക്ഷിക്കാൻ വേണ്ടിയാണ് വന്നത്. നിലമ്പൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വനവാസി ബില്ലിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം. ഇന്നലെ രാവിലെയാണ് ബില്ലി കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 2019 പ്രളയത്തിൽ പാലം തകർന്നതിനെ തുടർന്ന് ഒറ്റപ്പെട്ടുപോയ വാണിയമ്പുഴ ആദിവാസി നഗറിലെ ബില്ലി ഇന്നലെ രാവിലെയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കാട്ടാനകൾ പരിസരത്ത് നിന്ന് മാറിയതിനു ശേഷം വൈകിട്ടോടെയാണ് മൃതദേഹം വനവകുപ്പിന്റെ ഓഫീസിലേക്ക് മാറ്റാൻ സാധിച്ചത്. എന്നാൽ ചാലിയാറിലെ കനത്ത ഒഴുക്ക് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് തടസ്സമായി. മൃതദേഹം കൊണ്ടുവരാൻ പോയ ഫയർഫോഴ്സ് സംഘത്തിലെ ഡിങ്കി ബോട്ട് ഇതിനിടെ ചാലിയാർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മറിഞ്ഞു. പുഴയ്ക്കക്കരെ കുടുങ്ങിയ 7-അംഗ ഫയർഫോഴ്സ് സംഘത്തെ രാത്രി ഏറെ വൈകിയാണ് NDRF സംഘം ശ്രമകരമായി തിരിച്ചെത്തിച്ചത്. തുടർന്ന് ഇന്ന് രാവിലെ NDRF പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും സഹായത്തോടെ ബില്ലിയുടെ മൃതദേഹം പുറത്തെത്തിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം തുടർച്ചയായി ഉണ്ടാകുന്ന മേഖലയാണ് വാണിയമ്പുഴ. പ്രളയത്തിൽ തകർന്ന പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല. കാലവർഷം കനത്തതോടെ പ്രദേശം പ്രളയഭീതിയിലുമാണ്. ജനം, മലപ്പുറം. പത്തനംതിട്ട കോന്നി കല്ലേലിൽ കാട്ടാനാക്രമണം. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഇഞ്ച ചപ്പാത്തിലായിരുന്നു സംഭവം. ഇരുചക്ര വാഹന യാത്രികന് നേരെയാണ് ആന പാഞ്ഞെടുത്തത്. ഭയന്നോടിയ കല്ലേലി സ്വദേശി രാജേഷിന് വീണ് പരിക്കേറ്റു. കോന്നി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് രാജേഷ്. മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. കൊച്ചിയിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ ലഹരി വിരുദ്ധ ദിന പരിപാടിയിൽ നടൻ മോഹൻലാൽ സംസാരിക്കുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. അതിനാൽ ഒരു ലഹരി വസ്തുക്കളും ഒരിക്കലും
ഉപയോഗിക്കില്ല. ലഹരികളിൽ നിന്ന് ഞാൻ പൂർണ്ണമായി മാറി നിൽക്കും. നല്ല സ്വപ്നങ്ങൾ കാണാനും അവ നേടാനും എപ്പോഴും ശ്രമിക്കും. ലഹരിയുടെ ദോഷവശങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവ് നേടും. ആ അറിവ് എൻ്റെ സഹപാഠികളുമായും കൂട്ടുകാരുമായും പങ്കുവയ്ക്കും. അവരെ ബോധവാന്മാരാക്കുകയും ചെയ്യും. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരെ ലഹരിമുക്തമാക്കി പുറത്തു കൊണ്ടുവരും. സന്തോഷം നിറഞ്ഞ ജീവിതത്തിലേക്ക് തിരികെ വരാൻ സഹായിക്കും. ഞാൻ മയക്കുമരുന്നുകളോട് നോ പറയും. ജീവിതത്തോട് യെസ് പറയും. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയെ മാത്രമല്ല, അവരുടെ കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായി നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു ഉത്തരവാദിത്തമുള്ള ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ജീവിതവും സേവനവുമാണ് ലഹരി എന്ന ഈ ആശയം ജീവിതത്തിൽ പകർത്തും. മറ്റുള്ളവരിലേക്കും ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയായിരുന്നു നടൻ മോഹൻലാൽ. വിശ്വശാന്തി ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ദിനപരിപാടിയിൽ ആണ് മോഹൻലാൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത്. തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടത്. നേരത്തെ സംപ്രേഷണം ചെയ്യാൻ പറ്റാതിരുന്ന വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി. പത്തനംതിട്ട കോന്നി കല്ലേലിൽ കാട്ടാനാക്രമണം. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഇഞ്ച ചപ്പാത്തിലായിരുന്നു സംഭവം. ഇരുചക്ര വാഹന യാത്രികന് നേരെയാണ് ആന പാഞ്ഞെടുത്തത്. ഭയന്നോടിയ കല്ലേലി സ്വദേശി രാജേഷിന് വീണ് പരിക്കേറ്റു. കോന്നി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് രാജേഷ്. വീട്ടിലോട്ട് വന്ന സമയത്താണ് നമ്മുടെ കല്ലേലി ഇഞ്ചച്ചപ്പത്ത് പറയുന്ന സ്ഥലത്ത് വെച്ച് ആന റോഡിൽ നിൽക്കുമായിരുന്നു. ഞങ്ങൾ ആനയെ കണ്ടില്ല. കാട് നിൽക്കുന്നതുകൊണ്ട് ആനയെ കാണാൻ പറ്റിയില്ല. ഞങ്ങൾ ആനയുടെ ഇറമ്പി വന്നു. വന്നപ്പോഴാണ് ആന റോഡിൽ നിൽക്കുന്നതും ആന ഞങ്ങളുടെ ഫ്രണ്ടിലോട്ട് ഓടി വരികയും ഞാനും ചേട്ടൻ ഉണ്ടായിരുന്നു. പുള്ളിയുടെ പേര് രാജേഷ് എന്നാണ്, എൻ്റെ പേര് വിഷ്ണു എന്നാണ്. അപ്പം ചേട്ടൻ പറഞ്ഞാൽ വണ്ടി കളഞ്ഞു ഓടിക്കോ, ആന വരുവാന്ന് പറഞ്ഞു. വണ്ടി കളഞ്ഞു. ഞാൻ ഓടി പകുതി ചെന്നപ്പോൾ ചേട്ടനെ കാണാനില്ല. അപ്പോൾ ചേട്ടനെ കോട്ട് വണ്ടിയെ കുരുങ്ങി റോഡിൽ കിടക്കുമായിരുന്നു. ഞാനപ്പോൾ തിരിച്ച് ഓടി വന്ന് പെട്ടെന്ന് ഒന്ന് ചേട്ടനെ പിടിക്കാൻ നോക്കി. ഞാൻ അവിടെ നിന്ന് അമറ കഴിഞ്ഞപ്പോൾ ആന അവിടെ നിൽക്കുകയും അവിടുന്ന് പെട്ടെന്ന് ഞാൻ ചേട്ടനെ പിടിച്ച് പൊക്കുകയും ഞാനും ചേട്ടനും കൂടെ തിരിഞ്ഞ് പാലത്തിൻ്റെ അവിടെ ഓടുകയായിരുന്നു. ഞങ്ങൾ പകുതിക്ക് വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ആന തിരിഞ്ഞ് മേപ്പോട്ട് അങ്ങ് നടന്നു. മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, കാട്ടാനയുടെ കലിപ്പ് തീരുന്നില്ല. കോന്നി കല്ലേലിൽ എന്താണ് സംഭവിച്ചത്? യെസ്, മിഥുനിലേക്ക് വരാം. മറ്റ് ഒരു വാർത്തയിലേക്ക് പോകുന്നു. തമിഴ്നാട് വാൽപ്പാറയിൽ 6 വയസ്സുകാരിയെ പിടികൂടി ഭക്ഷിച്ച പുലിപിടിയിൽ. തമിഴ്നാട് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. 6 വയസ്സുകാരി റോഷ്നിയുടെ വീടിന് സമീപം സ്ഥാപിച്ച കൂട്ടിലാണ് പുലി അകപ്പെട്ടത്. കഴിഞ്ഞ ദിവസമാണ് വീട്ടുമുറ്റത്ത് നിന്ന് കുട്ടിയെ പുലി പിടികൂടി കാട്ടിൽ എത്തിച്ച് ഭക്ഷിച്ചത്. നിലമ്പൂർ മുൻ എം.എൽ.എ PV അൻവറിനും സർക്കാരിനുമെതിരെ ആഞ്ഞടിച്ച് ഹൈക്കോടതി. അൻവർ സമാന്തര ഭരണ സംവിധാനമാണോ എന്ന് ഹൈക്കോടതി ചോദിച്ചു. എന്തുകൊണ്ട് കേസ് അവസാനിപ്പിച്ചെന്നും സർക്കാരിനോട് കോടതി ആരാഞ്ഞു. തെളിവുകൾ ലഭിക്കാത്തത് കൊണ്ടാണെന്നായിരുന്നു സർക്കാർ നൽകിയ മറുപടി. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, വിശദാംശങ്ങൾ. നമ്പ്യാർ, PV അൻവറിന്റെ ഫോൺ ചോർത്തൽ സംഭവത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതി അൻവറിനും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനുമെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉയർത്തിയിരിക്കുന്നത്. അൻവർ സമാന്തര ഭരണ സംവിധാനം ആണോ എന്നുള്ളൊരു ചോദ്യമാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. IPS ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്താൻ ആരാണ് PV അൻവറിന് അധികാരം നൽകിയത്? എന്തുകൊണ്ടാണ് ഈ കേസ് അവസാനിപ്പിച്ചതെന്നുള്ളൊരു ചോദ്യമായിരുന്നു ഹൈക്കോടതി
സർക്കാരിന് നേരെ ഉന്നയിച്ചത്. ഇതിന് സർക്കാർ മറുപടി നൽകിയത് ആവശ്യമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിരുന്നില്ല, അതുകൊണ്ട് തന്നെ കേസ് അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ച മറുപടി. തെളിവുകൾ നിങ്ങളല്ലേ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള മറു ചോദ്യമായിരുന്നു ഇതിന് ഹൈക്കോടതി സർക്കാരിന് നേരെ ഉന്നയിച്ചത്. എന്തായാലും ഈ ഫോൺ ചോർത്തലിനെതിരായിട്ടുള്ള ഹർജിക്കാരുടെ പരാതി അത് പരിഗണിക്കാനായിട്ട് നിലവിൽ DGPക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. നേരത്തെ ഈ ഒരു കേസ് അല്ലെങ്കിൽ ഈ ഒരു പരാതിയിന്മേൽ കേസ് എടുക്കേണ്ടതില്ല, അതിന്റെ അന്വേഷണം മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ളതായിരുന്നു പോലീസിന്റെ നിലപാട്. ആവശ്യമായിട്ടുള്ള തെളിവുകൾ കണ്ടെത്താത്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് അന്വേഷണം നടത്തില്ല അല്ലെങ്കിൽ നടത്തേണ്ടതില്ല എന്നുള്ള ഒരു മറുപടിയും പോലീസ് റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടാണ് എന്തുകൊണ്ടാണ് കേസ് അവസാനിപ്പിച്ചത്, അതോടൊപ്പം തന്നെ തെളിവുകൾ എന്തുകൊണ്ട് ശേഖരിച്ചില്ല, ഇതടക്കമുള്ള ചോദ്യങ്ങൾ സർക്കാരിന് നേരെയും അതോടൊപ്പം തന്നെ സമാന്തരമായിട്ടുള്ള ഭരണ സംവിധാനം എന്നുള്ള രീതിയിൽ അൻവർ പ്രവർത്തിച്ചത് എന്തിനാണ്, IPS ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തിയത് എന്ത് അധികാരത്തിന്റെ പേരിലാണ്, ഇതടക്കമുള്ള ചോദ്യങ്ങൾ അൻവറിന് നേരെ ഹൈക്കോടതി ഉന്നയിച്ചു. എന്തായാലും ഈ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ളതാണ് ഹർജിക്കാരുടെ ആവശ്യം. ഇത് പ്രകാരം പരാതി നേരത്തെ DGPക്ക് നൽകുകയും ചെയ്തിരുന്നു. ഈ പരാതിയാണ് ഇനി സംസ്ഥാന പോലീസ് മേധാവി പരിഗണിക്കേണ്ടത്. അനിൽ നമ്പ്യാർ. നിലമ്പൂർ മുൻ MLA PV അൻവറിനും സർക്കാരിനുമെതിരെ ആഞ്ഞടിച്ച് ഹൈക്കോടതി. അൻവർ സമാന്തര ഭരണ സംവിധാനമാണോ എന്ന് ഹൈക്കോടതി ചോദിച്ചു. എന്തുകൊണ്ട് കേസ് അവസാനിപ്പിച്ചെന്നും സർക്കാരിനോട് കോടതി ആരാഞ്ഞു. തെളിവുകൾ ലഭിക്കാത്തത് കൊണ്ട് ആണെന്നായിരുന്നു സർക്കാർ നൽകിയ മറുപടി. രേഷ്മയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലഹരി വിരുദ്ധ ദിനത്തിൽ സർക്കാരിനെ വിമർശിച്ച് തലസ്ഥാനത്ത് പോസ്റ്റർ. എല്ലാം ശരിയായോ എന്ന ചോദ്യമുയർത്തിയാണ് അജ്ഞാത പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ലോക ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ ഭാഗമായി സർക്കാർ വിവിധ പരിപാടികൾ നിശ്ചയിച്ചിരിക്കുന്ന ദിവസം തന്നെയാണ് രാഷ്ട്രീയ ചോദ്യങ്ങൾ ഉയർത്തുന്ന പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. സംസ്ഥാന വ്യാപകമായി ലഹരി വിരുദ്ധ പ്രചാരണങ്ങൾ നടത്തുകയും ലഹരിക്കെതിരെ പോരാട്ടം നടക്കുന്ന ദിവസവുമാണ് സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് അജ്ഞാത പോസ്റ്ററുകൾ തലസ്ഥാനത്ത് പ്രത്യക്ഷപ്പെട്ടത്. സ്കൂളുകളുടെ സമീപത്തും പ്രധാന നഗരവീഥികളിലുമാണ് അജ്ഞാത പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഇടത് സർക്കാരിന്റെ 9 വർഷങ്ങൾ പിന്നിടുമ്പോഴും ലഹരിയെ പിടിച്ചുകെട്ടാൻ കഴിയാത്ത സാഹചര്യത്തിൽ കൂടിയാണ് സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ഇത്തരം പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ സർക്കാർ എല്ലാം ശരിയാക്കിയോ എന്ന ചോദ്യമുയർത്തിക്കൊണ്ടുള്ള പോസ്റ്ററുകളാണ് നഗരത്തിന്റെ പലയിടത്തും ഒട്ടിച്ചിട്ടുള്ളത്. വീട് നന്നാക്കി, നാട് ലഹരി മുക്കി, സംസ്ഥാനം തകർത്തു, സ്വന്തം വീട് ഭംഗിയാക്കി തുടങ്ങിയ സന്ദേശങ്ങളാണ് പോസ്റ്ററുകളിൽ ഉള്ളത്. ലോക ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി സർക്കാർ വിവിധ പരിപാടികൾ നിശ്ചയിച്ചിരിക്കുന്ന ദിവസം തന്നെയാണ് രാഷ്ട്രീയ ചോദ്യങ്ങൾ ഉയർത്തുന്ന പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ചില പോസ്റ്ററുകളിൽ മുഖ്യമന്ത്രിയുടെ ചിത്രങ്ങളുമുണ്ട്. പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. ജനം, തിരുവനന്തപുരം. ലഹരി വിരുദ്ധ ദിനത്തിൽ കോഴിക്കോട് നഗരത്തിൽ ഡാൻസ് ഓഫ് സംഘത്തിന്റെ വൻ ലഹരിവേട്ട. 105 LSD സ്റ്റാമ്പും 2 ഗ്രാം ഹാഷിഷ് ഓയിലുമായി 2 ആലപ്പുഴ സ്വദേശികളെ പിടികൂടി. ആലപ്പുഴ സ്വദേശികളായ മിഥുൻ രാജ, അഭിഷേക് എന്നിവരെയാണ് ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. ഡാൻസ് ഓഫിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. പിടിയിലായ മിഥുൻ രാജ് ഗോവയിൽ നിന്നും LSD സ്റ്റാമ്പ് കേരളത്തിലേക്ക് എത്തിക്കുന്നു എന്ന വിവരം ഡാൻസ് ഓഫ് സംഘത്തിന് നേരത്തെ ലഭിച്ചിരുന്നു. ചുരുളി സിനിമയുമായി ബന്ധപ്പെട്ട നടൻ ജോജു ജോർജിൻ്റെ ആരോപണങ്ങൾ തള്ളി സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി. അസഭ്യ ഡയലോഗിനെ കുറിച്ചുള്ള പരാതിക്കും പ്രതിഫലം നൽകിയില്ലെന്ന ആരോപണത്തിനുമാണ് ജോജു ജോർജിന് മറുപടിയുമായി ലിജോ ജോസ് പെല്ലിശ്ശേരി രംഗത്തെത്തിയത്. ജോജുവിന് 5 ലക്ഷത്തിലേറെ രൂപ നൽകിയതിൻ്റെ രേഖകളാണ് ലിജോ പുറത്തുവിട്ടത്. സിനിമയിൽ ഉപയോഗിക്കുന്ന ഭാഷയെക്കുറിച്ച് ജോജുവിന് നല്ല ബോധ്യമുണ്ടായിരുന്നുവെന്നും ചിത്രം ഇതുവരെ തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടില്ലെന്നും ലിജോ ഫേസ്ബുക്കിൽ കുറിച്ചു. അവസരമുണ്ടായാൽ ചിത്രം എന്തായാലും തിയേറ്ററിൽ റിലീസ് ചെയ്യുമെന്നും ലിജോ ജോസ് പെല്ലിശ്ശേരി വ്യക്തമാക്കി. ചിത്രത്തിൽ താൻ അസഭ്യം പറയുന്ന പതിപ്പ് അവാർഡിന് മാത്രമേ അയക്കൂ എന്ന് പറഞ്ഞ് തന്നെ തെറ്റിദ്ധരിപ്പിച്ചെന്നായിരുന്നു ജോജു ജോർജിന്റെ ആരോപണം. സിനിമ ചിത്രീകരിക്കുന്ന സമയത്ത് തങ്ങളാരും ജോജുവിനെ തെറ്റിദ്ധരിപ്പിച്ചതായി ഓർമ്മയില്ലെന്നും ഭാഷയെക്കുറിച്ച് തങ്കൻചേട്ടനെ നന്നായി അറിയാമായിരുന്നുവെന്നുമാണ് ലിജോയുടെ മറുപടി പോസ്റ്റ്. ചിത്രത്തിൽ അഭിനയിച്ചതിന്റെ പണം ഇതുവരെ തനിക്ക് കിട്ടിയില്ലെന്ന ആരോപണവും ജോജു ഉയർത്തിയിരുന്നു. എന്നാൽ ജോജുവിന് 5,40,000 രൂപ കൈമാറിയതിന്റെ ബാങ്ക് രേഖകൾ ലിജോ ജോസ് പെല്ലിശ്ശേരി പുറത്തുവിട്ടു. 3 ദിവസത്തെ അതിഥിവേഷത്തിനാണ് ഇത്രയും പണം നൽകിയതെന്നും പോസ്റ്റിലുണ്ട്. ജനം, കൊച്ചി. വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. 3 ജില്ലകളിൽ റെഡ് അലേർട്ട്. ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ റെഡ് അലേർട്ട്. 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്.
തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് എസ് ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, ഒരു ഇടവേളയ്ക്ക് ശേഷം തെക്കൻ ജില്ലകളിൽ അടക്കം കനത്ത മഴ പെയ്യുകയാണ്. എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് നൽകിയിരിക്കുന്നത്? വിശദാംശങ്ങൾ. അനിൽ നമ്പ്യാർ പറഞ്ഞതുപോലെ തന്നെ അതിതീവ്ര മഴയാണ് സംസ്ഥാനത്തുടനീളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 3 ജില്ലകളിൽ ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇടുക്കി, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. 4 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കാസർഗോഡ് എന്നീ ജില്ലകളാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 14 ജില്ലകളിലും അലർട്ടുകൾ നൽകിയിട്ടുണ്ട്. എന്തായാലും അതിതീവ്ര മഴ തന്നെയായിരിക്കും വരും മണിക്കൂറിൽ സംസ്ഥാനം ഒട്ടാകെ ഉണ്ടാകുക എന്നൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. തീരപ്രദേശങ്ങളിലുള്ളവരോട് ജാഗ്രത പാലിക്കണമെന്നും നദീതടങ്ങളിൽ ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്നുമുള്ളൊരു നിർദ്ദേശമാണ് നൽകുന്നത്. കാരണം നദീതടങ്ങളിൽ വെള്ളം കയറാനുള്ള സാധ്യതകൾ ഏറെയാണെന്നുള്ളൊരു കാരണമാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ തന്നെ ഇപ്പോൾ നമുക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. എന്തായാലും തീരപ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കാനും മത്സ്യബന്ധനത്തിന് പോകുന്നത് ഒഴിവാക്കണമെന്നുമുള്ളൊരു നിർദ്ദേശമാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നും എന്തെങ്കിലും അപകട സാധ്യത മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ അധികാരികളെ അറിയിക്കണമെന്നുമുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ തീരപ്രദേശങ്ങളിലുള്ളവരോടും മറ്റുള്ളവരോടും ഒക്കെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകിയിരിക്കുന്നത്. സമുദ്ര ഗവേഷണ പഠന വകുപ്പും ഇത് തന്നെയാണ് നൽകുന്ന മുന്നറിയിപ്പുകൾ എന്ന് പറയുന്നത്. വരും മണിക്കൂറിൽ എന്തായാലും ശക്തമായ കാറ്റും മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനുള്ള സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ നൽകുന്ന വിവരം എന്ന് പറയുന്നത്. നിരവധി നാശനഷ്ടങ്ങളാണ് സംസ്ഥാനത്തുടനീളം മഴ മൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലുകൾ എല്ലാം തന്നെ എടുക്കണമെന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പുറപ്പെടുവിക്കുന്നത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. 3 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്. റോഡിലെ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ വാഹനം വെട്ടിച്ച യുവാവ് ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചു. തൃശൂർ പൂങ്കുന്നം സ്വദേശി വിഷ്ണുദത്താണ് MG റോഡിലുണ്ടായ അപകടത്തിൽ മരിച്ചത്. അമ്മ പത്മിനി ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. സംഭവത്തെ തുടർന്ന് കോർപ്പറേഷൻ പ്രതിപക്ഷ കൗൺസിലർമാർ MG റോഡ് ഉപരോധിച്ചു. രാവിലെ 7:45 ദാരുണമായ സംഭവം. വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് വരികയായിരുന്നു വിഷ്ണുദത്തും അമ്മ പത്മിനിയും. റോഡിലെ കുഴിയിൽ നിന്നും മാറാൻ വേണ്ടി വാഹനം വെട്ടിച്ചപ്പോഴാണ് സ്കൂട്ടർ ബസ്സിനടിയിലേക്ക് വീണത്. വിഷ്ണുദത്തിൻ്റെ ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങി. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഗുരുതര പരിക്കുകളോടെ അമ്മ പത്മിനിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിനു പിന്നാലെ വൻ പ്രതിഷേധമാണ് തൃശൂർ MG റോഡിൽ നടന്നത്. BJP കോൺഗ്രസ് കൗൺസിലർമാർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. റോഡുകളുടെ ശോചനീയാവസ്ഥ മേയറുടെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും എന്നാൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്നുമാണ് ആക്ഷേപം. മഴ ദുരിതത്തിൽ ജനം നെട്ടോട്ടമോടുമ്പോൾ മേയർ വിനോദയാത്രയിലാണെന്നും BJP ആരോപിച്ചു. ഒരു സംശയം വേണ്ട, തൃശ്ശൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇതാണ് ഗതി. തൃശ്ശൂർ ജില്ലയിലെ പുഴയ്ക്കലായിക്കോട്ടെ, അതേപോലെ ഹൈവേ ആയിക്കോട്ടെ, ഈ തൃശ്ശൂർ റോഡുകളായിക്കോട്ടെ, റോഡുകളൊക്കെ ഇങ്ങനെ തോടുകളായിട്ട് നടക്കുക. ഇവർക്ക് ഇതൊന്നും നോക്കാൻ നേരില്ല. ഇവരിങ്ങനെ ടൂർ അടിക്കുക. ഇതിൽ മേയർക്ക് കൃത്യമായ ഉത്തരവാദിത്തമല്ലേ? മഴ ഇന്നലെയും തീരുമാനിച്ചാണോ? എല്ലാ വർഷവും വരുന്ന മഴയല്ലേ? അപ്പോൾ ഉണ്ടാവുമെന്നും അത് ഉണ്ടാവാതിരിക്കാനുള്ള നടപടി എടുക്കണമെന്നും ഉത്തരവാദിത്തപ്പെട്ടവർക്ക് തീരുമാനമില്ല എങ്കിൽ ഞങ്ങളിവിടെ റോഡിൽ സമരം ചെയ്യുന്ന സമയത്ത് അത് എടുക്കാൻ കാണിക്കുന്ന ആവേശം ഇത് മുന്നേ മൂടാൻ കാണിച്ചിരുന്നെങ്കിൽ ഈ രണ്ടാളും മരിക്കായിരുന്നോ? റോഡ് ഉപരോധിച്ച BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബിനെ അടക്കം പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ തൃശൂർ മേയർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. കോർപ്പറേഷനെതിരെ പ്രതിഷേധം തുടരാനാണ് BJPയുടെ തീരുമാനം. ജനം, തൃശൂർ. ഭാഷാവിവാദം അനാവശ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. എല്ലാ ഭാഷകളും ഒരുമിച്ച് നിൽക്കുന്നതാണ് ആത്മാഭിമാനം. ഹിന്ദി ഇന്ത്യയിലെ മറ്റൊരു ഭാഷയുടെയും ശത്രുവായി മാറില്ലെന്ന് വിശ്വസിക്കുന്നുവെന്നും അമിത്ഷാ.
ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ഏത് പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പരാമർശം ഉണ്ടായിരിക്കുന്നത്? വിശദാംശങ്ങൾ ജിഷ്ണു. അൽനബിയാർ, നിലവിൽ ഹിന്ദി ഭാഷയുമായി ബന്ധപ്പെട്ടും ഒപ്പം ഭാഷാ വിവാദം സൃഷ്ടിച്ചുകൊണ്ട് പ്രാദേശിക വികാരമുണ്ടാക്കുന്നതിനും അത് രാഷ്ട്രീയ മുതലെടുപ്പ് ശ്രമിക്കുന്നതിനുമുള്ളൊരു വലിയ ശ്രമം രാജ്യത്ത് നടന്നു വരുന്നത് സമകാലീന സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ തമിഴ്നാട്ടിൽ MK സ്റ്റാലിൻ ആണെങ്കിലും അല്ലെങ്കിൽ കർണാടകയിലാണെങ്കിലും അത്തരത്തിൽ പ്രാദേശിക ഭാഷകളെയും ഉയർത്തിക്കൊണ്ട് അനാവശ്യമായിട്ടുള്ള ഭാഷാ വിവാദം പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായും ത്രിഭാഷാ നയം കൊണ്ടുവരികയും എല്ലാ വിദ്യാർത്ഥികളും സ്വന്തം മാതൃഭാഷ, അതായത് പ്രാദേശിക ഭാഷയ്ക്കൊപ്പം ഹിന്ദിയും ഇംഗ്ലീഷും ഉൾപ്പെടെ പഠിപ്പിച്ചുകൊണ്ട് ആ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അതിനെ വളച്ചൊടിച്ചുകൊണ്ട് പ്രാദേശിക വികാരം ഉണർത്തുന്നതിനും പ്രാദേശിക ഭാഷാ വിവാദമുണ്ടാക്കുന്നതിനുമുള്ള വലിയ ശ്രമങ്ങൾ രാജ്യത്തുണ്ടായിരുന്നു. അതിലാണ് വളരെ കൃത്യമായ മറുപടി ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതായത് എല്ലാ ഭാഷകളും ഒരുമിച്ച് നിൽക്കുന്നതാണ് ആത്മാഭിമാനം. ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഭാരതത്തെ സംബന്ധിച്ച് ഭാരതത്തിലെ ഭാഷകൾ കേവലം ആശയവിനിമയത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, രാജ്യത്തിൻ്റെ ആത്മാവാണ് ഓരോ ഭാഷകളും. അതിലെല്ലാ ഭാഷകളെയും എല്ലാ പ്രാദേശിക ഭാഷകളെയും ഊർജിതമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. ഹിന്ദി ഒരു ഭാഷയുടെയും ശത്രുവായി മാറില്ല എന്നാണ് ഞാൻ ഹൃദയത്തിൽ നിന്ന് വിശ്വസിക്കുന്നത്. എല്ലാ ഭാഷകളും ഒരുമിച്ച് നിന്ന് മുന്നേറുന്നതാണ് ആത്മാഭിമാനം. അത്തരത്തിൽ ഒരുമിച്ച് ശക്തിയായി മുൻപോട്ട് പോകുമ്പോഴേ ആത്യന്തികമായി ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുമെന്ന് വളരെ കൃത്യമായി എന്താണോ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് എന്നുള്ളത് വളരെ കൃത്യമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. പ്രാദേശിക ഭാഷാ വിവാദം ഉയർത്തിക്കൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നേതാക്കൾക്ക് വളരെ കൃത്യമായ മറുപടിയാണ് അമിത്ഷാ നൽകിയിട്ടുള്ളത്. അനിൽ നമ്പ്യാർ. ഭാഷാ വിവാദം അനാവശ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. എല്ലാ ഭാഷകളും ഒരുമിച്ച് നിൽക്കുന്നതാണ് ആത്മാഭിമാനം. ഹിന്ദി ഇന്ത്യയിലെ മറ്റൊരു ഭാഷയുടെയും ശത്രുവായി മാറില്ലെന്ന് വിശ്വസിക്കുന്നതായും അമിത്ഷാ. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയുടെ പറക്കാത്ത ഹെലികോപ്റ്ററിനായി വീണ്ടും കോടികൾ വാരിയെറിഞ്ഞ് സർക്കാർ. ചിപ്സൺ ഏവിയേഷന് വാടക ഇനത്തിൽ 2,40,00,000 രൂപ അനുവദിച്ചു. സെപ്റ്റംബർ വരെയുള്ള പണം മുൻകൂറായി അനുവദിച്ചത് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി. ജനബ്രേക്കിംഗ്. ആശാവർക്കർമാർക്ക് വേതന വർധനവിനും കൃത്യസമയത്ത് പെൻഷൻ കൊടുക്കാനും സർക്കാർ സ്കൂളിൽ ചോറ് നൽകാനും കാശില്ലെന്നും സാമ്പത്തിക പ്രതിസന്ധിയുണ്ടെന്നും ആവർത്തിച്ചു പറയുന്ന സർക്കാരാണ് നമ്മുടെ കേരളം ഭരിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ പറക്കാത്ത ഹെലികോപ്റ്ററിന്റെ വാടക മുൻകൂറായി നൽകാൻ സംസ്ഥാന സർക്കാരിന് ഒരു സാമ്പത്തിക പ്രതിസന്ധിയും തടസ്സമല്ല. 2,40,00,000 രൂപയാണ് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി അധിക ഫണ്ടായി സർക്കാർ അനുവദിച്ചത്. അതും 2025 സെപ്റ്റംബർ വരെയുള്ള തുക. ജൂൺ 21 ശനിയാഴ്ചയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് സർക്കാർ പുറത്തിറക്കുന്നത്. 2023 സെപ്റ്റംബർ 20 ചിപ്സൺ ഏവിയേഷനിൽ നിന്നും 3 വർഷ കരാറിൽ സർക്കാർ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത്. ഈ സെപ്റ്റംബർ ആകുമ്പോഴേക്കും മുഖ്യമന്ത്രിയുടെ വാടക ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തിട്ട് 2 വർഷം പൂർത്തിയാകും. മാസം 25 മണിക്കൂർ പറക്കാൻ 80 ലക്ഷം രൂപയാണ് ഹെലികോപ്റ്ററിന്റെ മാസവാടക. ശേഷമുള്ള ഓരോ മണിക്കൂറിനും 90,000 രൂപയും നൽകണം. സാധാരണ സമയം വെച്ച് കൂട്ടിയാൽ തന്നെ ഇതുവരെ സർക്കാർ ചിപ്സൺ ഹെലികോപ്റ്ററിനായി ചെലവഴിച്ചത് 19,20,00,000 രൂപ. VIP യാത്രയ്ക്കും മാവോയിസ്റ്റ് വേട്ടയ്ക്കുമായി വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിനായി ഇത്രയും പണം ദൂർത്തടിക്കുമ്പോഴും കാര്യമായ ഉപയോഗമില്ലെന്നതാണ് യാഥാർത്ഥ്യം. അപൂർവമായി മുഖ്യമന്ത്രി മാത്രമാണ് ചിപ്സന്റെ കോപ്റ്റർ ഉപയോഗിക്കുന്നത്. അല്ലാത്തപ്പോൾ ചാലക്കുടിയിലെ ഹാങ്കർ യൂണിറ്റിൽ വിശ്രമ ജീവിതം. സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയുടെ വിശദാംശങ്ങൾ നിയമസഭയിൽ പോലും സർക്കാർ വെളിപ്പെടുത്തിയിട്ടില്ല. വേതന വർധനവ് ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന ആശാവർക്കർമാരെയും യഥാസമയം പെൻഷൻ നൽകണേ സർക്കാർ എന്ന് വിലപിക്കുന്ന സാധാരണക്കാരുടെയും മുഖത്തു നോക്കി പരിഹസിക്കുകയാണ് സംസ്ഥാന സർക്കാർ. എത്രയധികം വിമർശനങ്ങൾ ഉണ്ടായാലും തങ്ങളുടെ സുഖസൗകര്യങ്ങളിൽ ഒരു കുറവും വരുത്തില്ലെന്നും അതിനുവേണ്ടി കോടികൾ ചെലവഴിക്കുമെന്നും പിണറായി സർക്കാർ ആവർത്തിച്ച് തെളിയിക്കുന്നു. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. നടനും BJP നേതാവുമായ G. കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പിൽ ജീവനക്കാർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരുവനന്തപുരം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ജാമ്യം നിഷേധിച്ചത്. സാമ്പത്തിക ക്രമക്കേടിന് തെളിവുണ്ടെന്നും ജാമ്യം നൽകരുതെന്നും ക്രൈംബ്രാഞ്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. അതേസമയം വിധി ആശ്വാസവും ആത്മവിശ്വാസവും നൽകുന്നുവെന്ന് G. കൃഷ്ണകുമാർ ജനം TVയോട് പ്രതികരിച്ചു. കൊച്ചിയിൽ നടൻ ജോജു ജോർജ് മാധ്യമങ്ങളെ കാണുന്നു. ചുരുളി വിവാദത്തിൽ സംവിധായകൻ ലിജോ ജോസിന്റെ ആരോപണങ്ങളോട് പ്രതികരിക്കുകയാണ് ജോജു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. സൊസൈറ്റി അറ്റ്ലീസ്റ്റ് എന്റെ വീട്ടിലെങ്കിലും എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണ്ടേ. അപ്പൊ അത് അവരെ എഫക്ട് ചെയ്യുന്നു.
എന്ന് പറയുന്ന ഒരു കാര്യം വന്നുകൊണ്ടാണ് ഞാനിത് അന്നത്തെ ഇന്റർവ്യൂവിൽ അത് അഡ്രസ് ചെയ്ത് പോയത്. അത് ഭയങ്കരമായിട്ട് ഞാൻ ചെയ്തു എന്നുള്ള ലെവലിൽ വന്നു. പക്ഷെ അത് ഒരു കൂട്ടം ആളുകൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്ന് വെച്ചാലേ ഞാൻ പറഞ്ഞില്ല, ഞാൻ ജീവിക്കുന്ന എൻ്റെ ഒരു സാഹചര്യത്തിൽ ഇപ്പം എന്ത് പൊളിറ്റിക്സ് ഞാൻ പറഞ്ഞാലും എനിക്കിതൊക്കെ അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ അഭിനയിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഏറ്റവും പെർഫെക്റ്റായിട്ട് അഭിനയിക്കാൻ നോക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്നോട് എത്ര പേര് പറഞ്ഞിരിക്കുന്നു, നല്ല അസ്ഥലായിട്ട് തെറി വിളിച്ചിട്ടുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്, കോംപ്ലിമെൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നോട് അതിലേറെ ഒരുപാട് പേര് അത് ചെയ്തതാരെന്നും പലരും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇതിനു മുമ്പ് ഒരു സ്ഥലത്തും ഒരു ഇൻ്റർവ്യൂവിൽ പോലും പറഞ്ഞിട്ടില്ല. ഇത് ഈ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ എൻ്റെ മോൾ ഇങ്ങനെ പറഞ്ഞത്, എനിക്കത് കൊണ്ടത് കൊണ്ട് മാത്രം ആ ഇൻ്റർവ്യൂവിൽ പോയപ്പോൾ ഞാനത് ഓർത്തു, ഞാൻ അവിടെ അത് പറഞ്ഞതാണ്. പക്ഷെ അത് പൈസ എൻ്റെ സാലറിയിൽ ഇപ്പോൾ പോസ്റ്റ് ഇട്ടു, തീർച്ചയായിട്ടും ആ എഗ്രിമെന്റ് പുറത്തു വിടണം. കാരണം ഞാൻ അതിന് സമ്മതിച്ചു എന്ന് പറയുന്നത്. ഏതാ ഞാൻ പറയുന്നത്, നമ്മള് ഇപ്പൊ സിനിമ ചെയ്യുന്നത് ചിന്തിച്ചു നോക്കുക. ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പറയുന്ന കാര്യം? റെക്കോർഡായി കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞ് മാറ്റി കഴിഞ്ഞാൽ എനിക്ക് എന്താ വോയിസ് ഉള്ളത്? ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല. ഞാൻ ഇവരുടെ അടുത്ത് വിറ്റതിന് ശേഷം, ഇത് ഭയങ്കര ലാഭമായതിനു ശേഷം മാത്രമാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരാളുടെ പേര് പോലും ഞാൻ ഇതിലേക്ക് വലിച്ചേച്ചു കൊണ്ടിരുന്നില്ല. ലിജോന്റെ പേര് പറഞ്ഞത് ലിജോ പേഴ്സണലി ഇട്ടുകൊണ്ട് മാത്രമാണ്, അതല്ലാതെ എനിക്കിതില്ല. പിന്നെ എന്റെ സിനിമ പണി എന്നുള്ളൊരു സിനിമ കണ്ടിട്ട് എന്നോട് പോലും ചോദിക്കാതെ ഒരു ഗംഭീരമായ പോസ്റ്റ് ഇട്ടിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച ആളാണ് ലിജോ. ഞാൻ താങ്ക്ഫുള്ളാണ്. ഞാനിതൊരു വാക്കുവാദത്തിന് ഒരു പ്രശ്നം ഉണ്ടാക്കാനോ വേണ്ടി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അല്ല അത്. ഇത് വിഷയമായി ഇപ്പൊ എന്റെ മുഖം രക്ഷിക്കണമല്ലോ. ഞാൻ അതിനാണ് സമ്മതിച്ചതെന്നുണ്ടെങ്കിൽ ആ എഗ്രിമെന്റ് പുറത്തു വിടണം. വീണ്ടും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ സങ്കടം മാറ്റണം. ഞാൻ വീണ്ടും അത് ചമ്മട കേസാണല്ലോ. അതാണെന്നുണ്ടെങ്കിൽ അതാണ് അതിന്റെ ഇതുണ്ടെങ്കിൽ അതിന്റെ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അത് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ അല്ലാതെ എഗ്രിമെന്റ് അധികം പുറത്തു വിട്ടത് നിങ്ങൾ വായിക്കും. ഞാനിത് കൂടുതൽ തലത്തിലോട്ട് പോകുന്നില്ല. ഞാനൊരു ക്ലാരിഫിക്കേഷൻ, കാരണം വെച്ചാല് ഞാൻ പറയുന്നതല്ല, എനിക്ക് ഒരാളോട് സൗഹൃദം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സൗഹൃദമാണ്. അതൊരു തൽക്കാല ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ലിജോന്റെ അടുത്ത് എനിക്കൊരു വേഷം കിട്ടാൻ വേണ്ടിയിട്ട് ലിജോന്റെ അടുത്ത് തിരിച്ചടിച്ച ഒരാളല്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരുടെ അടുത്തും. അപ്പൊ എനിക്കിത് പറയുന്നത് എനിക്ക് മാനസിക പ്രശ്നമുള്ള കേസാണ്. അത് അവരുടെ റൈറ്റ്സ് അല്ലേ? ഞാനെന്ത് പറയാനാ? എന്റെ കയ്യിൽ അതിന്റെ ഒരു റൈറ്റ്സ് ഇല്ലല്ലോ. ആ സിനിമയുമായി ബന്ധപ്പെട്ട് അതിൽ അഭിനയിച്ചു. ഞാൻ പറയുന്നത് എന്റെ കാര്യമാണ്. ഞാൻ അതുമായി സഫർ ചെയ്തിട്ടുള്ള എന്റെ പേഴ്സണൽ എന്റെ ജീവിതത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ അതിനെങ്ങനെ കാണുന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ എന്റെ ലൈഫിൽ നിന്നുകൊണ്ട് എനിക്ക് ഉണ്ടായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അത് അവർ എഗ്രിമെന്റ് ഇട്ടെ. ഞാനിപ്പം ഞാനത് കൂടുതൽ പോകണില്ല. എന്തായാലും എന്റെ ഒരു ക്ലിപ്പ് കിട്ടല്ലോ, 5 ലക്ഷം രൂപ എനിക്ക് കിട്ടിയതല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ അത് ചെയ്യേണ്ടത് അതല്ല, ആ എഗ്രിമെന്റാ പുറത്തു വിടേണ്ടത്. എന്തിന്? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, എനിക്ക് ലിജോനോട് തോന്നിയിട്ടുള്ളത് സൗഹൃദമാണ്. അത് അല്ലെങ്കിൽ അദ്ദേഹത്തോട് എനിക്ക് തോന്നിയ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തോന്നിയതാണ്. ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഞാൻ ഇനി വേറെ ഒരു സംസാരം പോലും ഇല്ല. ഇത് എന്തുകൊണ്ട് സംസാരിച്ചു വെച്ചാൽ ഇതൊരു അപ്പൊ മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. എനിക്ക് ഒരു മറുപടി പോലും തന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അല്ലല്ല, ഞാൻ പറയട്ടെ, ഞാൻ ഈ ചർച്ച, അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇരുന്നിട്ട് പൈസയുടെ കണക്ക് സംസാരിക്കുന്ന ഒരു പരിപാടി ഇല്ലേ. ഞാൻ എന്നെ അറിയുന്നവർ മനസ്സിലാക്കും. ഞാൻ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് പൈസ കിട്ടിയില്ലോ അത് പറയാമെന്ന ഒരാളായിട്ട് കാണരുത്. കാരണം ഞാൻ പറയുന്നത് ഇത് ഡിസ്കസ് ചെയ്യുന്ന പൊതുസമൂഹം ഈ ഇന്റർവ്യൂ മൊത്തമായിട്ട് കേൾക്കണം. കാരണം എന്റെ അന്ന് ഞാൻ അഭിനയിക്കുന്നത് എന്താണ് ഏതാണെന്നുള്ളത് അത് അവിടെ ഉണ്ട്. അത് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യമാണത്. ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നത് സൗഹൃദമാണ്. സൗഹൃദത്തിന്റെ പുറത്താണ് അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പോകുന്നത്. ആ സൗഹൃദത്തിന്റെ പുറത്ത് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതിൽ മാറ്റം വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഞാനത് വിട്ടു. ഞാൻ അതിന്റെ പേരിൽ 1.5 മാസം മുമ്പ് വരെ ലിജോയായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ്. ഞാൻ അതിന്റെ പേരിൽ ഒരു പിണക്കമോ കാര്യങ്ങളോ ഞാൻ കാണിച്ചിട്ടില്ല. ഇത് ആ ഇന്റർവ്യൂവിൽ വരാനുള്ള കാരണം പൂർണ്ണമായിട്ടും എന്റെ മോളിൽ നിന്ന് കേട്ട ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവള് സഫർ ചെയ്തേ പറ്റത്തുള്ളൂ. നേരിട്ട് ചോദിച്ചിട്ടുണ്ട്.
ഇല്ല. ഇതുമായി ബന്ധപ്പെട്ടവരോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ. അല്ല, ഇത് കത്തിക്കാനായിട്ടുള്ള ഉദ്ദേശമില്ല എനിക്ക്. ഇത് കത്തിക്കാനല്ല, ഞാൻ എൻ്റെ ഒരു റിപ്ലൈ പറയണം. ദയവേത് അങ്ങനെ എടുക്കണം. കാരണം എന്താ വെച്ചാൽ ഞാനില്ല. ഞാൻ പറഞ്ഞില്ല, നേരത്തെ ഒരു ഇന്റർവ്യൂ കൊടുത്തു. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്നെ കുറിച്ച് ഞാൻ കണ്ടുകൊണ്ടിരുന്ന പോസ്റ്ററുകൾ അതായത് എന്നെ ആരും അഭിനന്ദിക്കാറുള്ളത് കരയുന്ന ഒരു പോസ്റ്ററാ, മൊത്തം ട്രോളും സാധനങ്ങളും. ഞാൻ അങ്ങനെ ഒരു കാര്യമേ സംസാരിച്ചിട്ടില്ല. കഴിഞ്ഞ 10-12 വർഷം ആര് പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റാണ് നടക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു കരിയർ ഉണ്ടാക്കിയിരുന്നത്. എനിക്ക് പരാതി പറയാൻ പോലും ഒരാളുണ്ടായിരുന്നില്ല. ചുരുളി വിവാദത്തിൽ സംവിധായകൻ ലിയോ ജോസ് പെല്ലിശ്ശേരിക്ക് മറുപടിയുമായി നടൻ ജോജു ജോർജ് രംഗത്ത് എത്തിയിരിക്കുന്നു. സിനിമയ്ക്കോ കഥാപാത്രത്തിനോ എതിരല്ല, ഫെസ്റ്റിവലിന് വേണ്ടി, ചലച്ചിത്രമേളയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന സിനിമ എന്ന് മാത്രമാണ് എന്നോട് പറഞ്ഞത്. തെറിയില്ലാത്ത വേർഷൻ ഡബ് ചെയ്തിട്ടുണ്ട്. പൈസ കൂടുതൽ വന്നപ്പോൾ OTTയിൽ തെറിയുള്ള വേർഷൻ വിറ്റു. മക്കൾ സ്കൂളിൽ പോകുമ്പോൾ പോലും ചുരുളി സിനിമയിലെ ട്രോൾ പറഞ്ഞ് കളിയാക്കുന്നു. ഈ സീൻ കാരണം ഏറ്റവും അധികം ബുദ്ധിമുട്ടിയ ആൾ താനാണ്. ഫെസ്റ്റിവലിന് വേണ്ടി അല്ലായിരുന്നെങ്കിൽ അഭിനയിക്കില്ലായിരുന്നു. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് എൻ്റെ ചുറ്റുപാടുള്ളത്. എൻ്റെ പോലെ അല്ല. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിന് അവർ സഫർ ചെയ്തു. പക്ഷെ അത് ഞാൻ അന്ന് ചെയ്തത് ഇങ്ങനെയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. പൈസയുടെ കാര്യം ഒരിക്കലുമല്ല. എന്നെ വെറുതെ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു. ഒരാള് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഏതാ അല്ല, ഇത് വേറെ ലെവലിലാണ്. ഞാൻ അവരായിട്ടുള്ള അത് എനിക്ക് സൗഹൃദം ഉണ്ടായിരുന്നു, അവർക്ക് ആർക്കും എന്നോട് സൗഹൃദം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. പക്ഷെ എനിക്കുള്ള സൗഹൃദം എന്ന് പറഞ്ഞാൽ എൻ്റെ സൗഹൃദം തന്നെയാണ്. ഒരാൾ വിളിച്ചിട്ടില്ല. ഒരാൾ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഈ വിഷയമായിട്ട് നടന്നിട്ട് ഞാൻ ലിജോനെ വിളിച്ചിട്ടില്ല. പറഞ്ഞാൽ ലിജോ ഡയറക്ടറാണ്. ലിജോനെ ഞാൻ ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറായിട്ട് ഞാൻ കണ്ടിരുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. ആക്ച്വലി ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് പ്രൊഡ്യൂസർ സൈഡിൽ നിന്നുള്ള ആൾക്കാരായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ലിജോ ആണ് ഇത് ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു, തീർച്ചയായിട്ടും നിങ്ങൾ ആ എഗ്രിമെൻറ്റ് പുറത്തു വിടണം. ഞാൻ എഴുതി ഒപ്പിട്ട് വന്നിട്ടുള്ള ഇത്ര രൂപയ്ക്ക് അഭിനയിച്ചോളാമെന്നും ഇത്ര ദിവസമാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് വളരെ ക്ലാരിറ്റിയിൽ എഴുതിയിട്ടുണ്ടതിൽ. അത് വിടണം. അതാണോ അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് പറയണം. അതല്ലാതെ ഒരു പേപ്പർ വിട്ടിട്ട് ഓക്കെ എനിക്ക് കിട്ടേണ്ട പണി കിട്ടിയിട്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോകാന്നുള്ളത് എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എക്സ്പ്ലനേഷൻ പറഞ്ഞു. അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗസ്റ്റ് റോൾ ആയിട്ട്? അങ്ങനെ എങ്ങനെ ഗസ്റ്റ് റോൾ ആവും? ആ സിനിമയുടെ തുടക്കം മുതൽ ഒരു ക്യാരക്ടറിനെ അന്വേഷിച്ച് വരുന്നു. അല്ലെങ്കിൽ ഞാൻ അതിനെ പോയി അഭിനയിക്കേണ്ട കാര്യം? ഒരു ഗസ്റ്റ് റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ അങ്ങനെ ഗസ്റ്റ് റോൾ അല്ല, അത് മെയിൻ ക്യാരക്ടറാ. അല്ല, അതിലെന്താന്ന് വെച്ചാല് എനിക്ക് മനസ്സിലായ കാര്യം, അതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് കയറി പറഞ്ഞ് ഞാനാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ കിട്ടിയപ്പോൾ അപ്രീസിയേഷനും കിട്ടി, അതിൻ്റെ കൂടെ നല്ല കുറച്ച് കാര്യങ്ങളും കിട്ടി. ഇത് തീർച്ചയായിട്ടും ഇത് പൈസയുടെ പേരിൽ പൈസ കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞത് പൈസ കിട്ടാത്തതുകൊണ്ട് തന്നെ പറഞ്ഞതാണ്. അതിപ്പോഴും പറയുന്നു. ഇനി അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ എഗ്രിമെൻറ്റ് പുറത്തു വരണം. ഇങ്ങനെയൊക്കെ പോക്കെടുത്തരം ഞാൻ ഇത്ര പൈസയ്ക്ക് സമ്മതിച്ച് വന്നിട്ട് അവനിപ്പോൾ മാറ്റി പറയുന്നതാണെങ്കിൽ അതനുസരിച്ചിട്ട് ഇറക്കി വിടണം. അതാണ് എനിക്ക് പറയാനുള്ളത്. എഗ്രിമെൻറ്റ് പ്രോപ്പറായിട്ട് ഇറക്കി വിടണം. അങ്ങനെയൊന്നുമല്ല. പക്ഷെ ഇതിപ്പോൾ ഞാൻ ഇത്രയും സഫർ ചെയ്ത് ഇപ്പോഴും ഞാൻ തന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ. അതൊന്നും എനിക്ക് സത്യമായിട്ട് ഓർക്കണില്ല. അത് ഗസ്റ്റ് 3 ദിവസമൊന്നും ഒരിക്കലും അല്ല. എനിക്ക് 3 ദിവസം അല്ല, 3 ദിവസം അല്ല. നിങ്ങൾക്ക് ഉറപ്പണി അങ്ങനെ വിശ്വസിച്ചോളൂ. എൻ്റെ അടുത്തും 3 ദിവസം അല്ല. അല്ലല്ല അദ്ദേഹത്തിനോട് പറഞ്ഞത് ഞാൻ. അദ്ദേഹം വളരെ ശുഷ്കാന്തോടുകൂടി കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ചുരുളി സിനിമയിൽ നിർമ്മാതാവുമായി ഉണ്ടാക്കിയ കരാർ പുറത്തു വിടണം എന്നാണ് നടൻ ജോജു ജോർജ് പറഞ്ഞിരിക്കുന്നത്. കൊച്ചി വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ജോജു ജോർജ്. ഉച്ചവാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. വാർത്തകൾ തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. നന്ദി, നമസ്തേ.